ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വട്ടപ്പാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകളായിരുന്നു ലാസ്റ്റ് വീഡിയോ. നമ്മുടെ സേനാപതി വട്ടപ്പാറ കേട്ടോ. ആ ഗ്രാമം എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വട്ടപ്പാറയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തലയങ്കാവ് എന്ന് പറയുന്ന ചെറിയ ഗ്രാമം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഗ്രാമത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആ ചെറിയ ഗ്രാമം കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. വട്ടപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറിയുള്ള തലയങ്കാവ് ഗ്രാമം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മെത്താപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ കവലയാണ്. ഇവിടെയും കുറേ ആളുകളൊക്കെ താമസിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇടുക്കിയിലെ ഒരു ഉൾഗ്രാമമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കടെയുള്ള യാത്രയാണ്. നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ജംഗ്ഷനിൽ നിന്ന് ഉടുമ്പൻചോലയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതേ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി നമ്മൾ താഴേക്ക് പോകണം. നമ്മൾ ഈ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഏലം സ്റ്റോറും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെയുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. ഒരിക്കൽ പോലും ബസ് സർവീസ് എത്തിച്ചേരാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ നിലവിലെ എല്ലാ വാഹനങ്ങളും എത്തും കേട്ടോ. ഒരു 10-12 വർഷം മുമ്പ് ഞാനിതിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഈ വഴിയൊക്കെ ശരിക്കും കോൺക്രീറ്റും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാണെങ്കിൽ ഈ ഗ്രാമം എന്ന് പറയുന്നത് 100 പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാല്ലേ. കുടുംബങ്ങൾ മാത്രമുള്ളെങ്കിലും ഈ ഗ്രാമത്തിൽ ഒരു അംഗൻവാടി ഉണ്ട് കേട്ടോ. ഇതേ ആ കാണുന്നത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. തമിഴ് ആളുകളാണ് കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ മുതലാണ് ഈ ഗ്രാമത്തിൻ്റെ ആരംഭം. നിങ്ങൾ നോക്കിയേ, അങ്ങേയറ്റത്ത് ഒരു കോവിൽ കാണാം. ശരിക്കും തമിഴ്നാട്ടിൽ കാണുന്ന അതേപോലെ തന്നെ അതേ സ്ട്രക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ചുറ്റും ഏലക്കാടാണ്. നമ്മൾ മഴക്കാലത്തൊക്കെ വന്നാൽ ഇവിടെ ഫുള്ളിങ്ങനെ കോടമഞ്ഞിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം തലയങ്കാവ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഫുള്ള് തമിഴ് ഗ്രാമമായിരിക്കും ഇല്ലേതോ, മൊത്തം തമിഴ്. അപ്പോൾ വട്ടപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഗ്രാമം. തലയങ്കാവ് എന്ന് പേര് വരാൻ കാരണം എന്നാ? അന്നത്തെ കാലത്തെ ആളുകള് 40 വർഷം. എത്ര വർഷമായി ഇവിടെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട്? தற்போது இருக்கிறார். அவருக்கு ஒரு எலிவேஷன் கொடுத்திருக்காங்க. செங்கல்பட்டு தொகுதியில கஜா என்கிற கஜேந்திரன் அவர்கள் போட்டியிடுகிறார். செய்யூர் ഇലക്ഷൻ കാലമല്ലേ, നല്ല ആവേശമുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ കേട്ടത്. കേരളത്തിലെ അല്ല, തമിഴ്നാട്ടിലെ തമിഴ് വാർത്തയാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. ഈ ഗ്രാമത്തിൽ 2-3 കടകളേ ഉള്ളൂ. ഇതൊരു തമിഴ് കടയാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചായക്കടയും ഒരു ചെറിയ പലചരക്ക് കടയും, പിന്നെ ആ കടയുടെ മുറ്റത്ത് കുറേ ആളുകൾ കൂടിയിരിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിലെ ഒരു പ്രത്യേകതകൾ. എന്താണെങ്കിലും ഇവിടെ ഒരു കോവിലുണ്ട്. ആ കോവിലിൽ ഇന്ന് ഉത്സവം തുടങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അക്കാ പേരെന്ന് പറഞ്ഞേക്കാ? റാണി. റാണി. എത്ര വർഷമായി നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ താമസിക്കാൻ 60 വർഷമായി. 60 വർഷമായി. എങ്ക ഊര്? കോമ്പ. കോമ്പ. കോമ്പ എന്ന് പറഞ്ഞാൽ തേനി? தேவாரம் கோம்ப. தேவாரம் கோம்பா. பாளையம். பாளையம். பக்கத்தில் அந்த பக்கம் பாளையம், இங்கிட்டு தேவாரம் நடுக்க இருக்குது கோம்ப. கோம்பா. இந்த எத்தனை குடும்பங்கள் ഇവിടെ ഉണ്ടാവും? இங்கே இப்போ நிறைய ஆயிடுச்சு. முதல்ல கொஞ்சம் இருந்துச்சு, இப்போ நிறைய ஆயிடுச்சு. நிறைய ஆயிடுச்சு. ഒരു 100-150 ആയിടുச்சு. ആയിരുന്നു. ശരി. അക്കാടെ മക്കളെല്ലാം ഇവിടെ തന്നെയാണോ? அக்காட மக்கள் ஒரு ஆள் ஊரில் இருக்கு. அது மிலிட்ரிக்காரனா. ஒரு பொண்ணு பிள்ளை இங்கே இருக்கு. ஒரு ஆணும் ஒரு പെണ്ണും. ഒരാണും ഒരു പെണ്ണും തന്നെ. അപ്പോൾ അതെ, ഈ ചേച്ചി എത്ര വർഷമായി ചേച്ചി കട നടത്താൻ തുടങ്ങിയിട്ട്? 10 വർഷം. 10 വർഷം അല്ലേ? നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ മാങ്ങാത്തൊട്ടിയായിരുന്നു അല്ലേ? അപ്പം 10 വർഷമായി ചേച്ചി ഇവിടെ കട നടത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട്. മലയാളീസിൻ്റെ കുടുംബം എത്ര പേരുണ്ടാവും? എത്ര കുടുംബം ഉണ്ടാവും ഇവിടെ? കുറവാ അല്ലേ? ഓക്കെ. മുഴുവൻ തമിഴ്ക്കാർ തന്നെയാ അല്ലേ? അപ്പം അതിൻ്റെ ഉദാഹരണമാണ് കാണുന്ന കോവിൽ കേട്ടോ. ആ കോവിലിൻ്റെ പേരെന്താക്കാ? ബൊമ്മിയമ്മ കോവിൽ. ഭൂമിയമ്മ കോവിൽ അല്ലേ? ഓക്കെ, ശരി.
അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ കോവിലിലെ ഉത്സവമാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുന്ന ഈ ഗ്രാമത്തിലെ ആളുകളെയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ കുറേ ആളുകളിരുന്ന് കാവടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും കുറേ ആളുകളുണ്ട് കേട്ടോ. ഞാൻ എന്താണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, ഇത് വേലിയിട്ട് ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയെല്ലാം നമുക്ക് കുറച്ച് ആളുകളെ താമസിക്കുന്ന മേഖലയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ജീപ്പിൻ്റെ നമ്പർ കണ്ടോ, കർണാടക ജീപ്പാണ്, KA12. അതായത് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന ജീപ്പായിരിക്കാം. ഇത് എസ്റ്റേറ്റിൽ ഓടുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം തമിഴ്നാട്ടിൽ വന്ന പോലെ തന്നെ അതേ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു ആട്ടുംകൂട് ഉണ്ട്. ഈ ആട്ടുംകൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരു പഴയകാല ഓർമ്മകൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ എസ്റ്റേറ്റിൻ്റെ ലയങ്ങൾ, ഒരു വീട് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ കുരിശുപള്ളി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. എന്താണെങ്കിലും ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങൾ, തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തമിഴ് ഗ്രാമങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഏലത്തോട്ടത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആളുകളുടെ 4-5 തലമുറകൾക്ക് ശേഷമുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിരിക്കുന്ന തമിഴ് മീഡിയം സ്കൂൾ ഉൾപ്പെടെ അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ നിലവിൽ നമ്മുടെ സർക്കാരും അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഗ്രാമത്തിൽ നിന്നാൽ നമുക്ക് കാറ്റൂതിമേട് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിലെ വട്ടപ്പാറ, ആ വട്ടപ്പാറയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഈ ഗ്രാമത്തിൽ എത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാറ്റൂതിമേടിലേക്കും യാത്ര ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒരു കിടിലൻ ഗ്രാമമാണ്. ശരിക്കും ഇവിടുത്തെ ഈ ഒരു 100 പേരുള്ളെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച അല്ലേ, ശരിക്കും തമിഴ്നാട് സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു ക്ഷേത്രം. എന്താണ്